നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കാറ്റിൽ ഭാഗികമായി തകർന്ന കൊട്ടാരം ഉടൻ നവീകരിക്കുമെന്ന് സൗദി ഹെറിറ്റേജ് കമ്മീഷൻ അറിയിച്ചു. സൗദി അൽ അഹ്സയിലെ മുബാറസ് പട്ടണത്തിലുള്ള ചരിത്ര പ്രസിദ്ധമായ സഹൂദ് കൊട്ടാരമാണ് ഞായറാഴ്ച അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കാറ്റിൽ ഭാഗികമായി തകർന്നു വീണത്. കോട്ടയുടെ പടിഞ്ഞാറൻ ഗോപുരത്തിന്റെ ഒരു വശമാണ് തകർന്നത്. എന്നാൽ വലിയ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായിട്ടില്ല. തകർന്ന ഭാഗം ഉൾപ്പെടെ കൊട്ടാരം ഉടൻ നവീകരിക്കുമെന്ന് സൗദി ഹെറിറ്റേജ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. അൽ അഹ്സയുടെ സമ്പന്നമായ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു സ്മാരകങ്ങളിലൊന്നാണ് സഹൂദ് കൊട്ടാരം. 7-ാം നൂറ്റാണ്ടിൽ ബനി ഖാലിദ് ഗോത്രത്തിലെ രാജകുമാരന്മാർ മുബാറസിന്റെ വടക്ക് ദേശത്തെ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ചതാണിത്. ഗവർണറേറ്റിലെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ പൈതൃക കേന്ദ്രങ്ങളുടെ സംരക്ഷണവും നവീകരണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്നും നിലവിലുള്ള പ്രോജക്ടിന്റെ ഭാഗമായി അതിനെ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളും സാംസ്കാരിക പൈതൃക സ്ഥലങ്ങളും അവയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന്റെ ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലതാമസം കൂടാതെ കൊട്ടാരം നിർമ്മിക്കാനാകും. അതേസമയം സൗദിയുടെ തലസ്ഥാനത്തും രാജ്യത്തിന്റെ മറ്റു പ്രദേശങ്ങളിലും ചൊവ്വാഴ്ച ശക്തമായ മണൽക്കാറ്റാണ് ഉണ്ടായത്. സൗദി തലസ്ഥാന നഗരിയായ റിയാദിലും കിഴക്ക് ഭാഗത്തും പൊടി നിറഞ്ഞ കാറ്റ് വീശുമെന്ന സൗദി കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ പ്രവചിച്ചിരുന്നു. കാറ്റ് ദൂരക്കാഴ്ച കുറയ്ക്കുമെന്നും സൗദി അറേബ്യയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചിരുന്നു. മണൽക്കാറ്റ് ദൂരക്കാഴ്ചയെ തടസ്സപ്പെടുത്തുകയും റോഡ് ഗതാഗതം മന്ദഗതിയിലാക്കുകയും ചെയ്തു. എന്നാൽ വിമാന സർവീസുകളെ ഇവ ബാധിച്ചില്ല. കുറഞ്ഞ ദൃശ്യപരിധി കാരണം റിയാദിലെ ഹൈവേകളിലെ ഇലക്ട്രോണിക് അടയാളങ്ങൾ ഡ്രൈവർമാർക്ക് വേഗത കുറയ്ക്കാൻ മുന്നറിയിപ്പ് നൽകി. സൗദി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനമനുസരിച്ച് പുണ്യനഗരങ്ങളായ മക്കയുടെയും മദീനയുടെയും പടിഞ്ഞാറ് ഭാഗത്തും പൊടി നിറഞ്ഞ കാലാവസ്ഥ പ്രതീക്ഷിക്കുന്നുണ്ട്. സെൻട്രൽ റിയാദിൽ മണൽപ്പാളികൾ കൊണ്ട് കാറുകളും കെട്ടിടങ്ങളും താമസ കേന്ദ്രങ്ങളും ആവരണം ചെയ്യാതിരിക്കാൻ ഏറെ പാടുപെടേണ്ടി വന്നു. പൊടിപടലങ്ങൾ കാരണം പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളടക്കമുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.